വിശ്വാസികൾ പവിത്രമായി കരുതുന്ന സംസ്ഥാനത്തിന്റെ ആകെ സ്വത്തായ ഒരു മഹാക്ഷേത്രം വീണ്ടും വിവാദ ചുഴിയിലാണ്ടിരിക്കുകയാണ്. ശബരീശ സന്നിധിയിൽ ഇത്രനാൾ നടന്ന ഒളിയിടപാടുകൾ ഓരോന്നായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കളവുകളുടെ കൂമ്പാരം ഒരു സ്വർണ്ണ മലയോളം വരും എന്നതിന് അനുദിനം തെളിവുകൾ പുറത്തുവരികയുമാണ്. ദ്വാരപാലക ശില്പത്തിലും താങ്ങ് പീഠത്തിലും തുടങ്ങി കട്ടിളപ്പടി വരെ കടത്തിക്കൊണ്ടുപോയി എന്നായിരിക്കുന്നു ഇപ്പോൾ വാർത്തകൾ. കട്ടതിൻ്റെ പെരുക്ക് കണക്കിൽ ഇനിയും എന്തെല്ലാം വെളിപ്പെടും? പങ്കുപറ്റിയവർ ആരെല്ലാം? ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പ്രത്യേക അന്വേഷണ സംഘം 10-ാം തീയതി മലകയറുന്നു. അയ്യപ്പ സംഗമം രാഷ്ട്രീയ നേട്ടമാക്കിയ സർക്കാരിനെ സ്വർണ്ണപ്പാളി വിവാദം തിരിച്ചടിക്കുമോ? സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി വിട്ടിട്ടുണ്ടാകാം എന്ന കോടതി നിരീക്ഷണത്തിൽ ദേവസ്വം ബോർഡിന് മറുപടി ഉണ്ടോ? ആദ്യം RDX റാപ്പ് കാണാം. 1999 വിജയ് മല്യ 1.56 കിലോഗ്രാം സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ 2019 ചെന്നൈയിലെത്തിയപ്പോൾ ചെമ്പുപാളി മാത്രമായതിൽ ദേവസ്വം ബോർഡ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ സസ്പെൻഷനിലാണ് തുടക്കം. 2019 ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി ഉത്തരവിറക്കിയത് മുരാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഘട്ടത്തിലാണ്. ഇതേ മുരാരി എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന കാലയളവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറ്റകുറ്റപ്പണിക്ക് ദ്വാരപാലക ശില്പം വിട്ടുകൊടുക്കണമെന്ന് റിപ്പോർട്ട് നൽകിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പിന്നാലെ ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണവും നഷ്ടമായെന്നും സംശയമുയരുന്നുണ്ട്. കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടുകൊടുത്തത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണെന്നതിന്റെ തെളിവുകൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. വെള്ളിയാഴ്ച വിജിലൻസ് റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കൈപ്പറ്റുന്നതോടെ അന്വേഷണം ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വിജിലൻസിന്റെയും എല്ലാം പരിധിക്കപ്പുറം വിശാല നീതി നിർവഹണ സംവിധാനത്തിലേക്ക് മാറും. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റ് വിശദാംശങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ചു എന്ന നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോഴുള്ളത്. സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുമ്പോൾ സ്വർണത്തിൻ്റെ തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ചെന്നൈയിൽ എത്തിക്കും മുമ്പ് സ്വർണം വേർതിരിച്ചെടുത്തു എന്നും നിഗമനമുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന സംശയം മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദുരൂഹമായി തന്നെ തുടരുകയാണ്. കട്ടിളപ്പാളിയും കട്ടോ എന്ന ചോദ്യം വരികയാണ്. ശ്രീകോവിലിൽ കട്ടിളപ്പാളി സ്വർണം പൂശാൻ നൽകിയ മഹസറിലും രേഖപ്പെടുത്തിയത് ചെമ്പുപാളി എന്നാണ് എന്ന് നമ്മളിപ്പോൾ അറിയുന്നു. വിജയ് മല്യ സ്വർണം പൂശിയ കട്ടിളപ്പാളിയാണ് ചെമ്പുപാളി. ആ കട്ടിളപ്പാളിയാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത്. പാളികൾ കൊണ്ടുപോയതിലും തിരികെ എത്തിച്ചതിലെയും മഹസറുകൾ ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പ് തെളിഞ്ഞതിനാൽ ചെമ്പുപാളി എന്ന് എഴുതി എന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വിചിത്ര വിശദീകരണം. തിരുവാഭരണം കമ്മീഷണറോ ദേവസ്വം സ്മിത്തോ അടക്കം ആരും മഹസറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നും അറിയുന്നു. മഹസർ തയ്യാറാക്കിയത് വിജിലൻസ് കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥരാണ് എന്നതാണ് വിവരം. ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമായെന്ന് കോടതി ഇന്ന് പറഞ്ഞു. ദേവസ്വം ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് വിശ്വാസ്യത ഇല്ലാതാക്കി എന്ന് തന്നെ കോടതി നിരീക്ഷിതമായി കാണുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 ദേവസ്വം ബോർഡ് കൈമാറിയ പാളിയിൽ 1.56 കിലോഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. 2019 ജൂലൈ 19 മഹസറിൽ രേഖപ്പെടുത്തിയതുപോലെ ചെമ്പുപാളിയല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വർണം പൊതിഞ്ഞ പാളികൾ ആർക്കെങ്കിലും വിറ്റിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. 2019 ഡിസംബർ 9 പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഇമെയിലും നിർണായകമായ ഒരു രേഖയാണ്. അതിനകത്ത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സ്വർണം ബാക്കിയുണ്ട് എന്ന് ഈ മെയിലിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ കാണുന്നത്. സഹായം ആവശ്യമായ പെൺകുട്ടിയുടെ വിവാഹത്തിന് നൽകാം എന്ന വാഗ്ദാനമാണ്. അതും വിചിത്രമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തിരുവാഭരണം കമ്മീഷണറുടെ അഭിപ്രായം ആരാഞ്ഞ് ബോർഡ് കത്ത് നൽകിയെന്നും കോടതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം വെള്ളിയാഴ്ച അന്വേഷണം തുടങ്ങും ഈ വിഷയത്തിൽ എന്ന് നമ്മൾ ഇപ്പോൾ അറിയുകയാണ്. ഉണ്ണികൃഷ്ണന് നൽകിയത് സ്വർണം പൊതിഞ്ഞ പാളി തന്നെയാണോ, സ്വർണം പൂശിയ പാളിയാണോ എന്ന ചോദ്യം പ്രധാനമായിട്ട് വരികയാണ്. പാളികളുടെ നവീകരണത്തിന് മുമ്പും ശേഷവുമുള്ള അളവ് തൂക്ക കണക്കുകൾ എവിടെയാണുള്ളത് എന്നതൊക്കെ പ്രാഥമികമായ ചോദ്യങ്ങളാണ്. മറുപടി കിട്ടേണ്ടത്. വിജയ് മല്യ ഏതെല്ലാം പാളികളിൽ സ്വർണം പൊതിഞ്ഞു, സ്വർണത്തിൻ്റെ അളവ് എന്താണ്, ഇത്തരം വിവരങ്ങളെല്ലാം ലഭ്യമാകേണ്ടതുണ്ട്. സ്വർണം പൊതിഞ്ഞ പഴയ വാതിൽ സ്ട്രോങ് റൂമിൽ ഇപ്പോൾ ഭദ്രമായിട്ടുണ്ടോ, എത്ര സ്വർണം ബാക്കിയുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ സമൂഹത്തിനും വിശ്വാസ സമൂഹത്തിനും പൊതുസമൂഹത്തിനാകെ തന്നെയും അറിയേണ്ട കാര്യമുണ്ട്. ഇതിപ്പോൾ ദിവസം കഴിയുന്തോറും വലുതാവുകയാണ് സംഭവം എന്നൊരു തോന്നലാണ് സാധാരണഗതിയിൽ വരുന്നത്. നമുക്കതിൻ്റെ ഇന്നത്തെ ചില പ്രസ്താവനകൾ കൂടെ പരിശോധിക്കാം. ദ്വാരപാലക ശില്പത്തിലേത് ചെമ്പുപാളിയാണെന്ന് 2019 രേഖപ്പെടുത്തിയത് ശബരിമല തന്ത്രിയുടെ റിപ്പോർട്ട് പ്രകാരമാണെന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ന്യായീകരിച്ചു. ശില്പത്തിൽ പൂശിയ സ്വർണം മാറി ചെമ്പ് തെളിഞ്ഞിരുന്നു. വിവാദ കൈമാറ്റം നടക്കുമ്പോൾ താൻ ചുമതലയിൽ ഉണ്ടായിരുന്നില്ല എന്നും മുരാരി പറഞ്ഞു. തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാനത് എഴുതിയത് ചെമ്പുപാളി എന്നാണ് എഴുതിയത്. എന്തുകൊണ്ട് എഴുതി? അത് ചെമ്പുപാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ.
ഞാൻ വേറെന്തെങ്കിലും പാളി നേടിയാൽ അത് ഞാൻ അതിന് സമാനം പറയണ്ടേ? ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കവർച്ചയിൽ ഉന്നതരിലേക്കും വിരൽ ചൂണ്ടുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇന്ന് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. സ്വർണം നഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് അയാൾ പറഞ്ഞു. താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടെത്തൂ എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെല്ലുവിളിച്ചു. സ്വർണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ സ്വർണം അല്ലെങ്കിൽ ചെമ്പും സ്വർണവും കൂടെ ഞാൻ ഇതില് ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ ഉത്തരവാദിത്തം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ഇതൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പവർ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾക്കും കണ്ടെത്താലോ ഞാൻ ഇന്നമാതിരി അവിടെ കൊണ്ടുവന്ന് ഒരുക്കിയോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കും. സാധാരണക്കാരനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ കിട്ടിയെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ ബാസു ഇന്ന് സമ്മതിച്ചു. പൂശിയതിന്റെ ബാക്കി സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടിയെന്ന് അദ്ദേഹം പറഞ്ഞു. പോറ്റിയുടെ സ്വന്തം സ്വർണം എന്നാണ് കരുതിയത് എന്നും എൻ ബാസു ഇന്ന് പറഞ്ഞു. ഇയാളെ പറ്റി അയാളോട്ട് ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു തരത്തിലുള്ള ഇടപാടും അയാളുമായിട്ടില്ല. അയാള് പിന്നെ ഞാൻ അവിടെയൊക്കെ ബോർഡിലോട്ടൊക്കെ നടന്നു പോകുമ്പോൾ കാഷ്വലായിട്ട് വരാന്തയിലൊക്കെ വെച്ച് കണ്ടെന്ന് തിരിക്കും, ഒരു പിന്നെ ഒന്ന് വിഷ് ചെയ്യും. ഇതാണ് അയാളുമായിട്ടുള്ള പ്രശ്നം. അത് അടുപ്പമൊന്നും അയക്കാനിച്ചാൽ അടുപ്പമാണ്. ഇതൊരു ഇമെയിൽ അയച്ചു. ഈ ഇമെയിൽ അയച്ചപ്പോൾ ഞാൻ എന്റെ പേന കൊണ്ട് സാധാരണ എല്ലാ തപാലിലും എഴുതുന്ന പോലെ ഒരു അഭിപ്രായം. അതില് ഞാൻ ഉറച്ചു പറയുന്നു, അതിൽ യാതൊരു തെറ്റുമില്ല. അതെവിടെയും പറയാനും ബോധ്യപ്പെടുത്താനും. സ്വർണ്ണം നഷ്ടപ്പെട്ടതിൽ ശബരിമല തിരുവാഭരണ കമ്മീഷണറെ പഴിപറയുകയാണ് ഇന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ചെയ്തത്. സ്വർണം കുറഞ്ഞതിൽ മറുപടി പറയേണ്ടത് തിരുവാഭരണം കമ്മീഷണറാണ് എന്ന് പത്മകുമാർ ചൂണ്ടിക്കാട്ടി. വിജയ് മല്യയുടെ ജീവനക്കാരിലും പത്മകുമാർ ഇന്ന് സംശയം പ്രകടിപ്പിച്ചു. വിജയ് മല്യ ചുമതലപ്പെടുത്തിയ അന്ന് സ്വർണ്ണപ്പാളി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചുമതലപ്പെടുത്തിയവർ ഇപ്പം കിലോ കണക്കിന് സ്വർണത്തിൻ്റെയൊക്കെ കണക്ക് പറയുകയാണ്. അതും പരിശോധിക്കട്ടെ. 98ഓ 96ഓ ഏത് കാലം മുതലാണോ അവിടെ പ്രശ്നങ്ങളുള്ളത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടുകൂടി തന്നെ അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 2019 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാരെങ്കിലും ഉത്തരവാദിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഉന്നതനായാലും ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ശക്തമായ നടപടികൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇതാണ് ഇന്നത്തെ ഒരു മുഴുവൻ ചിത്രം. ബൈറ്റുകളുമുണ്ട്, നമ്മുടെ ഡാറ്റയും നേരത്തെ എടുത്തല്ലോ. ഇതിനകത്ത് കാര്യങ്ങൾ കൂടുതൽ ഭീകരമായിട്ട് വരികയാണ്. ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നൊരു കാര്യം, ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. ഒന്ന്, ഇയാൾ സാധാരണക്കാരനല്ല, അസാധാരണമാം വിധം തട്ടിപ്പ് നടത്താൻ ശേഷിയുള്ള ഒരാളായിട്ടാണ് ഇതിനകം തന്നെ അങ്ങനെ മനസ്സിലാക്കിയാൽ തെറ്റാവുകയില്ല. പക്ഷേ ഇയാൾ മാത്രമല്ല, വേറെയും ഉന്നതരായിട്ടുള്ള ആളുകൾ പിന്നിലില്ലേ ഈ കുഴപ്പത്തിലൊക്കെ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാകുന്നുണ്ട്. എങ്ങനെ കാണണം അതിനെ? ഇതിൽ സ്വാഭാവികമായും അതിലേതെങ്കിലും തരത്തിൽ ഇയാളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇത് എല്ലാം കലങ്ങി തെളിയേണ്ടതുണ്ട്. കൃത്യമായ അന്വേഷണത്തിലൂടെ കലങ്ങി തെളിയേണ്ടതുണ്ട്. ആ അന്വേഷണം എന്നതിപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഈ അന്വേഷണം എന്നത്, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം എന്നത് കൃത്യമായ വസ്തുത പുറത്തു കൊണ്ടുവരുമെന്നാണ് ഞാനും കരുതുന്നത്. അതുവരെ നമ്മളൊരു പ്രശ്നം, ഈ വാർത്തകൾ വരുമ്പോഴും ഇത് ചർച്ച ചെയ്യുമ്പോഴുമുള്ള ഒരു പ്രശ്നം കോടതിയുടേത് നിരീക്ഷണങ്ങളാണ്. കോടതിക്ക് സോളിഡായി അവിടെ 1 കിലോയ്ക്ക് മേൽ സ്വർണം അതിൽ പതിപ്പിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്ക രേഖകൾ മുന്നിലെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. കോടതിയുടെയും ഒരു നിരീക്ഷണമാണ്. അവിടെ ആ നിലയ്ക്കുള്ള ചില വാദങ്ങൾ വന്നിരുന്നു. 1 കിലോയ്ക്ക് മേൽ സ്വർണം അതിലുണ്ടായിരുന്നു എന്നുള്ള വാദം വരുന്നുണ്ട്. അതേസമയം അത് സ്വർണ്ണമേ ഇല്ലായിരുന്നു, ചെമ്പുപാളി തന്നെയായിരുന്നു എന്ന് അവിടെ നിന്ന് രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് നമുക്ക് മുന്നിലുണ്ട്. അതെന്തുകൊണ്ട് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി എന്നതിൻ്റെ പേരിലാണല്ലോ ഇന്നിപ്പോൾ മുരാരി ബാബുവിനെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അയാളിന് നമുക്ക് മുന്നിൽ വന്ന് പറയുന്നത് അത് ചെമ്പായിരുന്നത് കൊണ്ട് രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇതിൽ വസ്തുത വ്യക്തമാവേണ്ടതുണ്ട്. ഒന്ന്, ഇതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി ആയിരുന്നില്ല. ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി ആയിരുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. കാരണം നമുക്ക് ഏത് സംവിധാനത്തിലും അതിൻ്റെ ഒരു പഴയ ചരിത്രത്തിലേക്ക് പോയാൽ, ഇപ്പോൾ അവിടെ ശബരിമലയിൽ മുകളിൽ മേൽക്കൂരയിൽ സ്വർണ്ണപ്പാളികൾ വിരിക്കാനും അതല്ലെങ്കിൽ സ്വർണം പൂശാനും ഒക്കെയുള്ള തീരുമാനം ഉണ്ടാകുമ്പോൾ തന്നെ എത്ര കാലം മുന്നോട്ട് പോയാലും ഇതിലെന്താണ്, എത്ര
സ്വർണ്ണമുണ്ട് എന്ന് തെളിയിക്കത്തക്ക രേഖകൾ വേണ്ടേ? ഈ രേഖകൾ എവിടെയാണ്? ആ രേഖകൾ സംബന്ധിച്ചുള്ള വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. ഇത് ആദ്യം തന്നെ മുന്നിലുണ്ടെങ്കിൽ ഇതെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് കാര്യങ്ങൾ വ്യക്തമായി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു വിദഗ്ധ സംഘത്തിൻ്റെ അന്വേഷണം തന്നെ വേണ്ടി വരും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കിയെല്ലാം നിരീക്ഷണങ്ങളാണ്. ഇതിലൊരു പ്രശ്നം, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഏതാണ്ട് 1 കിലോയ്ക്ക് മേൽ സ്വർണം, ഇന്നിപ്പോൾ മുരാരി ബാബു പറഞ്ഞൊരു കാര്യമുണ്ട്, 1 കിലോയ്ക്ക് മേൽ സ്വർണം അതിൻ്റെ അതായത് മേൽക്കൂരയ്ക്ക് താഴേക്ക് പതിച്ചിട്ടുള്ള മൊത്തം സ്വർണം 1 കിലോയ്ക്ക് മേലാണ്. അതിന് മുന്നിൽ നിൽക്കുന്ന 2 സ്തൂപങ്ങൾ, ഇതിന് 2 ശില്പങ്ങൾ, അതിലെ ഭിത്തി, വാതിൽ, കട്ടള, ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ 1 കിലോയ്ക്ക് മുകളിലുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും 1 കിലോയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ചെറിയ അളവാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതെടുത്ത് ഇളക്കിക്കൊണ്ടുപോയി ഈ കട്ടള പണിയാനായി കൊണ്ടുചെല്ലുന്നിടത്ത് ഇതിൻ്റെ സ്വർണത്തിൻ്റെ അളവ് കാണണമല്ലോ. ഈ 1 കിലോയ്ക്ക് മുകളിൽ ഉണ്ട് എന്ന് മുരാരി ബാബു അടക്കം പറയുന്ന 1 കിലോയ്ക്ക് മുകളിലാണ് മൊത്തം പൊതിഞ്ഞത്, അത് മങ്ങിപ്പോയതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, പക്ഷേ ഇത് പണിയാൻ കൊണ്ടുചെന്ന സ്ഥലത്ത്, അത് ചെന്നൈയിൽ, അവിടെ ഒരു ചെറിയ തരി സ്വർണ്ണമുണ്ടെങ്കിലും അവർക്കത് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അത് പണിയുന്നവർക്കത് തിരിച്ചറിയാൻ പറ്റും. അത് രാസപരിശോധനയും മറ്റൊക്കെ നടത്തി തന്നെയാണല്ലോ. ഇതൊരു രാസപ്രക്രിയയിലൂടെയാണല്ലോ ഇതിൽ സ്വർണം പൂശുന്നത്. ചെമ്പുപാളി കണ്ടാലും സ്വർണ്ണപ്പാളി കണ്ടാലും ഏറ്റവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നവരാണ് അവിടെ ഇരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? ഇവിടെ കൊണ്ടുവന്നത് ചെമ്പുപാളി തന്നെയാണ്, ഒരു തരി സ്വർണം അതിലുണ്ടായിരുന്നില്ല എന്ന് അതിൻ്റെ വക്കീൽ തന്നെ പറയുകയാണ്. അവരുടെ വക്കീൽ, ചെന്നൈയിൽ ഇത് പണിത ആ സ്ഥാപനത്തിൻ്റെ വക്കീൽ തന്നെ പറയുകയാണ്, ഒരു തരി സ്വർണം പോലും ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഈ അവിടെ സ്വർണം പൂശാമെന്നേറ്റ വിജയ് മല്യയുടെ ആളുകൾ അവർ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചിട്ടില്ല. ഇത് തീരെ വളരെ തിന്നായിട്ടുള്ള ഫോയിലുകളാണ് പതിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക വലിയ അലുമിനിയം ഷീറ്റുകൾ പോലെയോ മറ്റേ ഇരുമ്പ് ഷീറ്റുകൾ പോലെയോ മറ്റല്ലെങ്കിൽ മറ്റേ തകരപ്പാളികൾ പോലെയോ ഒന്നും കരുതരുത്. ഇത് വളരെ ലൈറ്റായിട്ട് ഊതിയാണ് ഇതിലേക്ക് പിടിപ്പിക്കുന്നത്. അത്രയ്ക്ക് തിന്നാണ് ഈ സ്വർണ്ണപ്പാളികൾ എന്ന് പറയുന്നത്. അതിങ്ങനെ ഒരു കടലാസിനേക്കാൾ കനം കുറഞ്ഞ പാളികളാണ്. അപ്പോൾ അത് അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് തേഞ്ഞ് തീർന്നു പോയാലും, ഇത്രയും കാലം കൊണ്ട് ഇതിപ്പോൾ എപ്പോഴും വൃത്തിയാക്കുന്നുണ്ടാവുമല്ലോ സ്വാഭാവികമായും, അങ്ങനെയൊക്കെ അത് തേഞ്ഞ് തീർന്നു പോയാലും എവിടെയെങ്കിലും സ്വർണത്തിൻ്റെ ഒരു അംശം കണ്ടെത്താൻ തീർച്ചയായും ചെന്നൈയിലുള്ള ആ ഏജൻസിക്ക് കഴിയും, ഇത് പണിതവർക്ക്. അപ്പോൾ സ്വർണം ഒന്നുകിൽ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ വിജയ് മല്യയുടെ കക്ഷികൾ അവിടെ സ്വർണം വേണ്ട രീതിയിൽ പൂശി, അതായത് സ്വർണം തന്നെ ഉണ്ടായിരുന്നില്ല അതിൽ എന്ന് വേണം കണക്കാക്കില്ല. അതറിയണമെങ്കിൽ തീർച്ചയായും ഈ അന്വേഷണം വേണം. കാരണം ഈ രേഖകളുടെ അപര്യാപ്തത, ഇതിലൊരു വ്യക്തതയില്ലായ്മ, ഇതെല്ലാം ഉണ്ട്. മാത്രമല്ല ഇത് നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിരിക്കുന്നു. ഇത് ഈ ചെമ്പാണ് എന്ന് ഇദ്ദേഹം എഴുതി കൊടുത്തത് ചെമ്പായതുകൊണ്ടാണ് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയാമല്ലോ വിജയ് മല്യ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇന്ന് പറയുക 1 കിലോയോളം സ്വർണം ഇവിടെ പൂശിയിട്ടുണ്ടെന്ന്. പക്ഷേ അത് ചെമ്പായി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സ്ഥിരീകരിച്ച് അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ എഴുതേണ്ടത് എന്താണ്? പണ്ട് വിജയ് മല്യ സ്വർണം പൂശിയ ഇതിന്റെ നിറം മങ്ങിപ്പോയിരിക്കുന്നത് അത് കൊണ്ടുപോകാന്ന. ഇതങ്ങനെയല്ല, ഇത് വളരെ കൃത്യമായി ചെമ്പ് പാളികൾ കൊണ്ടുപോകുന്നു എന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അതെങ്ങനെ എഴുതാൻ പറ്റുക? അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും ആ സസ്പെൻഷൻ അർഹിക്കുന്നുണ്ട്. അദ്ദേഹം സ്വർണം കെട്ടിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹം ഈ സസ്പെൻഷൻ അർഹിക്കുന്നുണ്ട്. കാരണം നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട്. അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട്. ഇതിൻ്റെ പ്രശ്നം ഇത് അവസാനം ചിലപ്പോൾ നിസ്സാരമായ ഒരു കണ്ടെത്തലിലേക്കായിരിക്കും അന്വേഷണ സംഘം എത്തുക, അതല്ലെങ്കിൽ ഗുരുതരമായ തട്ടിപ്പിലേക്കായിരിക്കും എത്തുക. എന്ത് തന്നെയായാലും ഇത് ഏറ്റവും ചെറിയ തട്ടിപ്പായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു ശബരിമലയിലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം ദേവൻ്റെ മുന്നിലിരിക്കുന്ന ഈ ശില്പങ്ങളിൽ നിന്നും അതിൻ്റെ ഭിത്തിയിൽ നിന്ന് കട്ടളയിൽ നിന്നൊക്കെ ഈ സ്വർണം പോയി എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിൽ സ്വർണം പൂശിയിട്ടുണ്ടോ, വിജയ് മല്യയുടെ കാലത്ത് ഇതിൽ സ്വർണം പതിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അങ്ങ് കൂടുതൽ അന്വേഷണത്തിലേക്കൊന്നും കിടക്കേണ്ടതില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാതിൽ ഇത് കൊണ്ടുപോയിട്ടില്ല. വാതിൽ പുതിയത് പണിതാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഈ കട്ടളയും വാതിലും പുതിയതാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആ കട്ടളയും വാതിലും പണ്ട് ഈ പറയുന്ന വിജയ് മല്യ സ്വർണം പതിപ്പിച്ചു എന്ന് പറയുന്നത് അവിടെ അകത്തിരിപ്പുണ്ട്, അവിടെ ഒരു മുറിക്കകത്തിരിപ്പുണ്ട്. അപ്പോൾ അതവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇവർക്ക് കാര്യങ്ങൾ വ്യക്തമാകും. സ്വാഭാവികമായും അന്വേഷണ സംഘം അതിലേക്ക് കടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ചിത്രം വ്യക്തമാകും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഗുരുതരമായ തെറ്റാണ്, അതിൽ നടപടി ഉണ്ടാവുക. സമഗ്രമാണത്, അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇതൊരു ഗുരുതര പ്രശ്നമാണ് ഇതിനകം തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ 2 തരത്തിലാണ് ഇത് അമൂല്യമായിരിക്കുന്നത്. ഒന്ന് സ്വർണം എന്നത്, 2 ശബരിമല എന്നത്. ഇത് അവിടെ സ്വർണം പോയോ സ്വർണത്തിൻ്റെ പാളി എന്നതിനേക്കാളൊക്കെ മൂല്യം
വത്തായത് ഈ ശബരിമലയിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത് എന്താണ്? ശബരിമല എന്ന് വെച്ചാൽ ലോകം ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്, ഇത്രമാത്രം ആളുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ, ശരിയാം വിധം പറഞ്ഞതുപോലെ കൃത്യമായ രേഖകൾ ഉണ്ടാകേണ്ടതായിരുന്നു. അതായത് സ്വർണ്ണം എന്നത് ഗ്രാമ കണക്കിനും പവൻ കണക്കിനും ഒക്കെ പറയുന്ന അതിനിസ്സാരമായിട്ടുള്ള അളവ് പോലും നോക്കുന്നൊരു കാര്യമില്ല. ഇരുമ്പോ ചെമ്പോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ എത്ര കൊണ്ടുവന്നു, എത്ര പൂശി, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, തുടച്ചാൽ എത്ര പോകും, ഇതിൻ്റെ കൂടെ ഉണ്ടോ, ഈ ചെമ്പുപാളിയിൽ ഉണ്ടായിട്ട് ഈ തുടക്കുകയും മറ്റും ചെയ്തിട്ട് പോയതാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അങ്ങനെ ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവെങ്കിലും അവിടെ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാൻ പറ്റില്ല. ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്കെപ്പോഴും ഈ വിഷയം വരുമ്പോൾ VS അച്യുതാനന്ദൻ പണ്ട് നമ്മളെ തിരുവിതാംകൂർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പരാമർശമുണ്ടല്ലോ അദ്ദേഹം, അതായത് ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആളുകൾ പായസവും എടുക്കാനായിട്ട് പാത്രമായിട്ട് അങ്ങോട്ട് പോകും, എന്നിട്ട് പായസം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ പായസത്തിനടിയിൽ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ചും കള്ളക്കടത്ത് നടത്തുകയും ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ നേതാവ് നമുക്കുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ, പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ കൂടിയാണല്ലോ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിവാദമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതായത് രാജാവാണെങ്കിലും പോറ്റിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ അതിനിശ്ചിതമായിട്ട് ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്ന് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഭരണസാരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയക്കാർ തീരുമാനമെടുത്തൊരു നാടാണിത്. അത്തരം കാര്യങ്ങൾ നിശ്ചിതമായിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരടക്കമുള്ള ആളുകൾ വേണ്ട രീതിയിൽ പെരുമാറിയോ എന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പോൾ PS പ്രശാന്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ചുമതലയുണ്ടായിരുന്ന ആളുകളൊക്കെ അർഹിക്കുന്ന ഗൗരവത്തിലാണോ ഈ കാര്യങ്ങൾ ഇടപെട്ടതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രേഖ, ഇതുവരെ വന്ന കാര്യങ്ങൾ വ്യക്തമായ രേഖ ഉണ്ടോ എന്ന ചോദ്യത്തിൽ തന്നെ സംശയം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ആശങ്ക ഉണ്ടാവുകയാണ്. അപ്പോൾ ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുടെ ഗൗരവ സ്വഭാവം പരിഗണിച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോയ ആളുകളാണോ അവിടെ ഇരുന്നത് എന്ന കാര്യം നിശ്ചയമായിട്ടും ഈ സംവിധാനങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇവരാകെ കള്ളന്മാരാണ് എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, മറ്റുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരൊക്കെ കള്ളന്മാരാണ് എന്നൊന്നും പറയാനൊന്നും ആയിട്ടില്ല. പക്ഷേ വേണ്ട ഗൗരവത്തോടെയല്ല പരിശോധിച്ചത്, അല്ല കാര്യങ്ങളെ കൊണ്ടുപോയത് എന്ന് വിലയിരുത്താവുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അത് മാത്രമല്ല, ഇതിനകത്തൊരു കാര്യം, ഇപ്പോൾ രാഷ്ട്രീയ വിഷയമാണല്ലോ ഇത്. ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് മന്ത്രിയുടെ രാജിയാണ്. മന്ത്രിയുടെ രാജിയിലേക്ക് കടക്കേണ്ട തലത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ആവശ്യപ്പെടാവുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ നിശ്ചയമായിട്ടും അതിൽ ഈ അന്വേഷണം നടത്തി വിവരങ്ങൾ വന്നതിന് ശേഷമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരു ദേവസ്ഥാനം അല്ലെങ്കിൽ തീർത്ഥാടക കേന്ദ്രം എന്നത് വിശ്വാസിയെ സംബന്ധിച്ച് കേവലം ആചാരസ്ഥലം മാത്രമല്ല, ഒരു ക്ഷേത്രം എന്നതിനും അപ്പുറമാകും പലർക്കും അത്. ആന്തരിക ശുദ്ധിയിലേക്കുള്ള ആത്മീയാന്വേഷണമായി ശബരിമല യാത്രയെ കാണുന്ന ഭക്തരാണല്ലോ എല്ലാവരും. അങ്ങനെയുള്ള ലക്ഷ്യങ്ങളെയാണ് ഈ അമ്പലം വിഴുങ്ങികൾ ചതിച്ചത്. രണ്ടാമതായി, നാടിനൊരു വ്യവസ്ഥയുണ്ട്, ഭരണ സംവിധാനമുണ്ട്. ഭക്തർ സമർപ്പിക്കുന്ന വിലപിടിപ്പുള്ള ദ്രവ്യങ്ങളടക്കം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ശബരിമലയ്ക്ക് ഒരു മാനുവലുമുണ്ട്. ഭക്തരുടെ വികാരം ചൂഷണം ചെയ്ത് അവർ പവിത്രമായി കണക്കാക്കുന്ന സ്ഥലം തട്ടിപ്പിൻ്റെ ബിസിനസ് ഹബ്ബാക്കിയ ഈ ക്രിമിനൽ അതിസാമർത്ഥ്യക്കാരെ നാടിൻ്റെ നീതിക്കും നിയമത്തിനും മുന്നിൽ എത്തിക്കാൻ നേരം ഒട്ടും വൈകരുത്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മോഷ്ടാക്കൾ എത്ര ഉന്നതരായാലും പിടികൂടാൻ സംവിധാനങ്ങൾക്കാകട്ടെ.